ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ നാളത്തെ ഷോർട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ കാണിക്കുന്നത് കുടുംബശ്രീ ശാരദാമ്മയും അടുത്തുള്ള പരിചയമുള്ള സാറുമായിട്ടുള്ള സംസാരമാണ്, കുറുപ്പസാറുമായിട്ടുള്ള സംസാരമാണ്. അവർ സംസാരിക്കുന്നത് ശാരികയെക്കുറിച്ചാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, ശാരികയുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, എപ്പോൾ മുതലാണ് ഇവൾക്ക് ഈ മാറ്റം ഉണ്ടായതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിനൊരു കാരണമുണ്ട്, അതിനുള്ള കാരണം അച്ഛനാണ്. ശാരിക മൂത്ത കുട്ടിയാണ്, അവൾക്കാണ് അച്ഛൻ്റെ വാത്സല്യം ഓർമ്മയുള്ളത്. അതുകൊണ്ട് അച്ഛനോട് കൂടുതൽ ഇഷ്ടം അവൾക്കായിരുന്നു. അതേപോലെ തന്നെ ശാരദാമ്മയുടെ ജീവിതത്തിലുണ്ടായത് അവൾക്കും സംഭവിക്കുമെന്ന് തോന്നിയിട്ടാണ് അവൾ ഇങ്ങനെല്ലാം റിയാക്ട് ചെയ്തതെന്നൊക്കെ പറയുകയാണ്. അതേപോലെ ശാരദാമ്മയുടെ ഹസ്ബൻഡ് ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ അന്നേരം ശാരദാമ്മ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം അവളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അന്നു മുതലാണ് അവൾ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയത്. ശാരിക മുൻകൂട്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു ശാരദാമ്മയുടെ ജീവിതത്തിൽ നടന്നതാണ് അവൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതേപോലെ തന്നെ ശാരികയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മയായിരുന്നെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാം എന്താണ് ഒരു പരിഹാരം എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാത്തിനും പരിഹാരം അച്ഛനാണ്, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇതേ സമയം വിഷ്ണുവിൻ്റെ പുതിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിനുള്ള പരിപാടികളൊക്കെ നടക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശാലിനിയുടെ അനിയത്തി അവിടെ വരുന്നുണ്ട്, അതേപോലെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ബോസും സംഘവും വരുന്നുണ്ട്. ബോസ് പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം നടത്താൻ പറ്റത്തില്ല, ഇതിൻ്റെ ലൈസൻസ് ഓൾറെഡി റദ്ദായതാണ്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവുന്നുണ്ട്. ഇന്നലെ വരെ ഇതിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ റദ്ദാവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നിങ്ങൾ വാങ്ങിയ നേരത്തെ ഇതിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് റദ്ദായെന്ന് ബോസ് പറയുകയാണ്. കൂട്ടത്തിൽ 2-3 പേരെ വിളിച്ചിട്ടും വന്നിട്ടുണ്ട്, അവരും പറഞ്ഞ് റദ്ദായെന്ന്. അപ്പോൾ ഇത് പൂട്ടിക്കെട്ടണമെന്ന് പറയുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്ത് ഇവിടുന്ന് പോകണമെന്ന് ബോസ് പറയുന്നുണ്ട്. ഉടനെ ശാലിനി പറയുന്നുണ്ട്, ഞങ്ങളിത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് ശാലിനി ബോസിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ലൈസൻസ് റദ്ദാക്കിയെന്നുള്ളതിൻ്റെ പേപ്പർ എന്ത് ചെയ്യും, പ്രിൻ്റ് ഔട്ട് തരാൻ പറയുന്നത്. അപ്പോൾ ഉടനെ അവർ പറയുന്നുണ്ട്, പ്രിൻ്റ് ഔട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന്. അത് കേൾക്കുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. അതോടെ ഇന്നത്തെ കഥ തീരുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്